ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണേ കേട്ടോ. ഇന്ന് നമ്മ ഇറച്ചി വറുത്തരച്ച് വെക്കാൻ പോണേണ്. അപ്പോൾ ഇന്ന് അതാണ് കാണാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോണുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഞാൻ ദേ കറിയിലിടാനുള്ള ഉരുളൻകിഴങ്ങ് വാങ്ങിക്കാൻ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ കഴിക്കണത്. പഴംപൊരിയും ഹൽവയും കശുവണ്ടി ഇപ്പം ഞങ്ങൾ ഇറച്ചിയിലിടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചേണ്ട ഈഗുവിന് അതില്ലാണ്ട് ഈഗു വീട്ടിൽ വരില്ലെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ആണ് കേട്ടോ ഞങ്ങൾ ആദ്യം കഴിക്കണത്. ഈഗുവിന് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അവൾ എവിടെ ചെന്നാലും ആദ്യം അതേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതേ ഈഗു പൊളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഭയങ്കര സഹായിക്കലാണ്. പക്ഷേ അവസാനം എനിക്കത് ഉപദ്രവം ആവാറേ ഉള്ളു. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ വേപ്പല ഇട്ട് വെക്കണ ടിന്നി. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് വേപ്പല ഉണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ കിട്ടിയേക്കണ വേപ്പല ഇതിൻ്റെ അടിയിലിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കണ വേപ്പല അതിൻ്റെ പൊക്കത്തിട്ട് വെക്കുവേ. അപ്പോൾ അതേ നമ്മുടെ വേപ്പല ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി വെള്ളം ഊറ്റി നമ്മുടെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നന്നായിട്ട് പൊളിച്ച് കഴുകിയ വെള്ളത്തിലിടണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈഗു എനിക്ക് ഓരോ പണിയും തരുന്നുണ്ട്. അവൾ എല്ലാ സാധനവും എടുത്ത് അവളുടെ തോളത്ത് വെക്കണേ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചതാണ് അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞാണ് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിയണത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അരിയൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറിക്കായിട്ടുള്ള ഉള്ളി, സവാള എല്ലാം ഉരുളൻകിഴങ്ങ് അടക്കം ഞാൻ അരിഞ്ഞ് വെള്ളത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേപ്പല സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി. പിന്നെ ബാക്കി ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് ചെറിയ ഉണക്കച്ചാളയാണ്, ഉപ്പുമീൻ എന്നൊക്കെ പറയൂലേ, ഉണക്കമീൻ. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചേട്ടാ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് പൊളിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിലോട്ട് ഇറച്ചിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒരു 6 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ പീര വറുത്തരക്കണുണ്ട്. അപ്പോൾ പീര ഒന്ന് ചുമന്ന് വന്നപ്പോഴത്തേനും ഞാൻ അതിലോട്ട് 2-3 വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൊരിയിക്കണുണ്ട്. ഈ നിറമാകുമ്പോഴത്തേനും നമുക്ക് മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാവേ. ചൂടാറിയിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വറുത്ത പീര അരപ്പ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മുടെ മിക്സി ജാർ കഴുകി ആ വെള്ളം എടുക്കാം. അത് നമുക്ക് കറിയിലിടാം. അപ്പോൾ നമ്മുടെ ഇറച്ചി വേവിച്ചതിലോട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി വെക്കാൻ പോയ സമയത്താണ് എനിക്ക് പെട്ടെന്നൊന്നും മട്ടാഞ്ചേരി വരെയും പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ മട്ടാഞ്ചേരി പോയിട്ട് വന്നപ്പോൾ സമയം 4 ഞാൻ 12 മണിക്ക് പോയതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഉടുപ്പ് മാറി വെക്കാൻ തന്നെ കറി വെക്കാനുള്ള പരിപാടി നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്തരച്ച ഇറച്ചിക്കറി അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സവാള എല്ലാം തട്ടി കൊടുക്കാം അതിലോട്ട്. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് കേട്ടോ പൊടി. പൊടിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയാണ് ഇടുന്നത്. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ ഇത്, നമ്മുടെ അരപ്പ്. അപ്പോൾ ആ അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് പുഴുങ്ങി വെച്ചേക്കണ ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇച്ചിരി വേപ്പല തൂവി കൊടുക്കാതെ. അപ്പോൾ വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറ്റട്ടെ, നമുക്ക് അധികം ചാറ് വേണ്ട. അപ്പോൾ പറ്റിയിട്ട് ഞാൻ കറിയൊക്കെ പറ്റിയിട്ട് നല്ല ഇതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ കറി നന്നായിട്ട് പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയെങ്കിൽ ഇത്തിരി ചോറ് കഴിക്കണേ കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു, എന്നെങ്കിലും നമ്മുടെ ഇറച്ചിക്കറി ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ ഇത്തിരി ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി ചോറ് കഴിച്ചിട്ടാ. 4-5 മണിയായെങ്കിലും വിശന്നപ്പോൾ ഇത്തിരി ചോറ് തിന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ.